റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ആനുവൽ സ്റ്റാമ്പിംഗ് അല്ലെങ്കിൽ റീസ്റ്റാമ്പിംഗ് നടക്കുമ്പോൾ ഏതെങ്കിലും നോസിൽ റീകാലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന കെ ഫാക്ടർ ചേഞ്ച് ഓട്ടോമേഷൻ്റെ FCC ക്യാപ്ചർ ചെയ്യുകയും അവിടെ ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് കെ ഫാക്ടർ ഇൻ്റർലോക്ക്. ഐറിസിൽ ജനറേറ്റ് ആയിരിക്കുന്ന അലേർട്ടിന് ജസ്റ്റിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഏത് നോസിലാണോ അലേർട്ട് ജനറേറ്റ് ആയത് അതിൻ്റെ കെ ഫാക്ടർ വാല്യൂവും ലാസ്റ്റ് സ്റ്റാമ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും കാലിബ്രേറ്റ് ചെയ്ത ഡേറ്റും നിങ്ങൾ ഐറിസിൽ സബ്മിറ്റ് ചെയ്യണം. MPDയിലെ കെ ഫാക്ടർ വാല്യൂ നമുക്ക് റിപ്പോർട്ടിൽ ഓട്ടോമേഷൻ റിപ്പോർട്ട് വഴി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഓട്ടോമേഷൻ മോണിറ്ററിൽ ഡീലർ ലോഗിൻ ചെയ്യുക. അതിൽ റിപ്പോർട്ട്സിൽ അതർ റിപ്പോർട്ട്സിൽ കെ ഫാക്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാസ്റ്റ് സ്റ്റാമ്പിംഗ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഡേറ്റ് എന്നാണോ അതിന് തൊട്ട് ഒരു 2 മാസമോ 3 മാസമോ മുന്നേ ഉള്ള ഡേറ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റായി കൊടുത്തുകൊണ്ട് നിങ്ങൾ ഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെ ഫാക്ടർ വാല്യൂ കിട്ടും. അതിൻ്റെ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐറിസിൽ ജനറേറ്റ് ആയിരിക്കുന്ന അലേർട്ടിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ കെ ഫാക്ടർ ഇൻ്റർലോക്കിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ ഡീലർ ലോഗിൻ ഓപ്ഷൻ ഐറിസ് ഓപ്പൺ ചെയ്യുക. ഡീലർ ലോഗിനിൽ നിങ്ങളുടെ ലോഗിൻ മെയിൽ ID-യും യൂസർ നെയിമായി കൊടുത്തുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഐറിസ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ലോഗിനായി വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അലേർട്ട് കാണാൻ സാധിക്കും. അലേർട്ടിൻ്റെ ആക്ഷനിൽ സിമ്പിളിൽ പോവുക. അപ്പോൾ അതിൽ ഏത് MPD ആണ്, ഏത് ബേയിലാണ്, ഏത് നോസിലാണ് അലേർട്ട് ജനറേറ്റ് ആയെന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കെ ഫാക്ടർ റിപ്പോർട്ടിൽ ചെക്ക് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് MPD നമ്പറും ബേ ID-യും നോസിൽ ID-യും ചെക്ക് ചെയ്ത് ആ കെ ഫാക്ടർ വാല്യൂ എത്രയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. കെ ഫാക്ടർ റിപ്പോർട്ടിൽ നിന്ന് കിട്ടിയ കെ ഫാക്ടർ വാല്യൂ ഐറിസിൽ ആക്ഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കാലിബ്രേഷൻ ലാസ്റ്റ് സ്റ്റാമ്പിങ്ങിൻ്റെ ഡേറ്റും സർട്ടിഫിക്കറ്റ് നമ്പറും കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ ഫാക്ടർ മാച്ച് ആയി കഴിഞ്ഞാൽ കെ ഫാക്ടർ മാച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം ഐറിസ് ഒന്ന് റീഫ്രഷ് ചെയ്യുക പേജ്. എന്നിട്ട് വീണ്ടും ആ അലേർട്ടിൻ്റെ ആക്ഷൻസ് എടുത്തു കഴിഞ്ഞ് അതിൽ ജസ്റ്റിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ ഇയർലി സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ജസ്റ്റിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അലേർട്ട് ക്ലോസ് ആവും. ഒരു കെ ഫാക്ടർ അലേർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുത്തില്ല എങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ നോസിൽ ഏത് നോസിലാണോ അലേർട്ട് ജനറേറ്റ് ആയത് ആ നോസിൽ ലോക്ക് ചെയ്യപ്പെടും.